അപ്പോൾ ദാരിമി പറഞ്ഞത് എന്തിനാണ് ഫൈസൽ മൗലവി അത് ഇവിടെ പറയുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവരായിരുന്നോ? അല്ലല്ലോ, അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ ശിർക്ക് ചെയ്തവരെ ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ചെയ്യുന്നവരല്ലേ, അതുകൊണ്ട് അവരും ഞങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സമമാവുക എന്ന് ചോദിക്കുകയുണ്ടായി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച ആളുകളിലേക്ക് ശിർക്ക് വരുമോ? ഇതുപോലത്തെ കേരള സമസ്തയിൽ ഉള്ള ഒരു വിഭാഗം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അവരുടെ പൂർവികന്മാരായ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ ഉദ്ധരിക്കാമോ എന്നാണ് ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത മക്കയിലെ മുസ്ലിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും, ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ അവർ ചെയ്ത ശിർക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ചെയ്താലും ശിർക്കനാണല്ലോ. അതെല്ലാം അങ്ങനെ തന്നെ. വ്യഭിചാരം ഹറാമാണെന്ന് അംഗീകരിക്കാത്തവരെ വ്യഭിചരിച്ചാലും ഹറാമാണെന്ന് അംഗീകരിച്ചാൽ വ്യഭിചരിച്ചാലും സംഗതി രണ്ടും വ്യഭിചാരല്ലേ. ഞാൻ അംഗീകരിക്കുന്നതാണ്, ഹറാമെന്ന് അംഗീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുണ്ട്, എന്നിട്ടോ പുത്തമ്പള്ളി, മമ്പുറം, അജ്മീറും, ഏർവാടി, നാവൂരും, പൊന്നാനിയും പുതുപൊന്നാനിയും ജിന്നും മലക്കും എല്ലാത്തിനും വിളിച്ചു തേടുന്നുണ്ട്. അവരെന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാര്യം? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിലെ ചില കബീലകൾ, ആരാ നബിന്റെ ഉമ്മത്ത്? ആരാ ഉമ്മത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവർ, അതാണ് നബിന്റെ ഉമ്മത്ത്. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ആളുകളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ, അവർ മുസ്ലിക്കീങ്ങളോട് ചേർന്നിട്ടേ ലോകം അവസാനിക്കൂ. ആ മുസ്ലിക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത അന്നത്തെ മുസ്ലിക്കുകൾ. റസൂൽ പറയുന്ന കാലത്ത് ബിൽ മുസ്ലിക്കീൻ എന്ന് പറഞ്ഞ മക്കത്തെ മുസ്ലിക്കുകൾ. എന്റെ ഉമ്മത്തിൽ നിന്ന് എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് വന്ന ഉമ്മത്തുകൾ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച എന്റെ ഉമ്മത്തിൽ നിന്ന് ചില വിഭാഗങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത ആ മുസ്ലിക്കീങ്ങളുടെ വഴി തന്നെ പിൻപറ്റും ഖിയാമത്തിന് മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയുന്നു, അത് 1000-10,000 പ്രാവശ്യം ചൊല്ലി പണമുണ്ടാക്കുന്നു, എന്നിട്ടവർ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. മുസ്ലിക്കീങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ. മംഗലാപുരം സംഭവത്തിന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് തേടാൻ കുഴപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അബൂജഹലിനെ പോലും ഓവർടേക്ക് ചെയ്തു. ഖാലിഖാന്ന് വിശ്വസിക്കാൻ ഞാൻ മദീന. അബൂജഹൽ പോലും അത് പറഞ്ഞിട്ടില്ല. അബൂജഹൽ രാത്ത ഖാലിഖ വിശ്വസിച്ചിട്ടില്ല, ഉസ്സ ഖാലിഖ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ടും അവന് തേട്ടം ശിർക്കായി മാറി. ഇവരോ ഖാലിഖാന്ന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ആരോടും തേടാം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം വരെ പറയാം. നമ്മൾ ചോദിച്ചെന്തായിരുന്നു? ഫാത്തിഹ സൂറയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആ തേട്ടം ശൈഖിനോടാക്കാൻ പറ്റുമോ? അത് ശിർക്കാകോ? അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചത്. അത് പറ്റും, ഒരു ശിർക്കുമില്ല, കുഴപ്പമില്ല എന്ന് ആവർത്തിച്ച് അയാൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയാനല്ലാതെ അതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇവരിൽ ഇല്ല എന്ന് കൂടി നമുക്ക് അവിടെ വ്യക്തമാവുകയാണ്.